യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന പോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വരുമാനം കിട്ടുന്നതായിരിക്കും. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഷോപ്പ്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്ത് പറഞ്ഞു, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു ടോപ്പിക്കിൽ നിർത്തിയതാണ് എന്താ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ഒരു ടൂളിനെ പരിചയപ്പെടുത്തിയിട്ടാണ് ഇന്നലെ നിർത്തിയത്. പക്ഷേ ഇന്ന് നമ്മൾ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ആഡ് എങ്ങനെ റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഫേസ്ബുക്ക് വെച്ച് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് എന്താണ് നമ്മൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എന്താണ് പേജ്, അതുപോലെ തന്നെ അതിൽ ഈ പറഞ്ഞ ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അതെ അല്ലേ, ഓക്കെ. അതിപ്പോൾ നമുക്കറിയാം, ആദ്യം നമുക്കൊരു പേജ് വേണം. പേജ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അപ്പോൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ മെറ്റാ ബിസിനസ് തൊട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ലോഗിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഒരു പേജാണ് കാണുക. ഇത് ഈ സ്ക്രീനിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ആണ്. ഇത് അക്കൗണ്ട് ആണ്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. ഫേസ്ബുക്ക് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയതിനു ശേഷം ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണും സൈഡിലായിട്ട്. ഇവിടെ താഴത്തേക്ക് തന്നെ വരുന്ന സമയത്ത് ഇവിടെ പേജസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കറിയാം ക്രിയേറ്റ് ചെയ്യാൻ മൊബൈലിലാണെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അത് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ഉണ്ട് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ഓർ പേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഒരു പബ്ലിക് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം, അത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ പേജിൻ്റെ എന്താണ് പേര് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഏത് കാറ്റഗറിയാണ് എന്താണ് നമ്മളെ പേജ് വരുന്നത്, നമ്മുടെ ബിസിനസ് ഏത് കാറ്റഗറിയിൽ വരുന്ന ബിസിനസ് ആണെന്നുള്ളത് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബയോ കൊടുക്കുക. അതിപ്പോൾ കൊടുക്കണമെന്നില്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്താലും ഇഷ്യൂ ഇല്ല. ഓക്കെ, ബയോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്ത് ചെയ്യാം, ക്രിയേറ്റ് പേജ് ക്രിയേറ്റ് പേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്പർ എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക. പിന്നെ അവിടെ എന്താ പറയുക, നമുക്കറിയാം ഈ സൈഡിലായിട്ട് എന്ത് ചെയ്യുക, കൺട്രി സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ, നമ്മൾ ഇന്ത്യ എന്നാണ് കൊടുക്കേണ്ടത്, ഇന്ത്യയിലായതുകൊണ്ട്. ഓക്കെ, ഇന്ത്യ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്പർ കൊടുക്കുക. നമ്മൾ നമ്പർ വെച്ചാണ് ആളുടെ പേജിലാണ് ഇത് തുടങ്ങുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ കൊടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ മെയിൽ ID കൊടുക്കുക. ഇവിടെ നമ്മൾ അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഹവർ വരും. ഈ ഹവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വർക്കിംഗ് ടൈമാണ്. അതായത് നിങ്ങൾ ഓഫീസ്, ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പേജാണ്, ബിസിനസ് പേജാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ വർക്കിംഗ് ടൈം അത് എത്രയാണെന്നുള്ള ഇവിടെ ഹവർ വെച്ചിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഓൾവേസ് ഓപ്പൺ ആണെങ്കിൽ ഓൾവേസ് ഓപ്പൺ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ ആൾവേസ് ഓപ്പൺ എന്നുള്ളതിന് എന്ത് ചെയ്യണേ കൊടുത്തിക്കണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ട് വരും. ഇവിടെ നമുക്കറിയാം കവർ ഫോട്ടോ അതേപോലെ തന്നെ എന്ത് പ്രൊഫൈൽ പിക്ചറും എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബിസിനസ് വാട്സപ്പ് കിട്ടും. സാധാ നോർമൽ വാട്സപ്പ് പറ്റില്ല, നമ്മളെ ബിസിനസ് വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തിടാൻ പറ്റും. ഈ ഫേസ്ബുക്കിലേക്ക് ബിസിനസ് വാട്സപ്പ് കണക്ട് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കൂടെ കണക്ട് ചെയ്യുന്നില്ല, അത് സ്കിപ്പ് അടിച്ച് കളയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോരുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആവശ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓണാക്കി ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതേപോലെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഒരു വെൽക്കം പോസ്റ്റ് ഇടാം. പിന്നെ അതേപോലെ എന്താണ്
ഒരു വാട്സപ്പ് അക്കൗണ്ട് കണക്ട് ചെയ്തിടാം. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ, നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അതെ കോൾ ടു ആക്ഷൻ, ഒരു ആക്ഷൻ ബട്ടൺ ഇവിടെ. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബുക്ക് നൗ, അതേപോലെ സൈൻ അപ്പ്, സ്റ്റാർട്ട് ഓർഡർ, നിങ്ങളെ ബിസിനസ്സിനനുസരിച്ചിട്ടൊരു ഇത് സംഭവം എന്ത് ചെയ്യുക കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ കോൾ നൗ, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഇപ്പോൾ പറഞ്ഞ പോലെ വ്യൂ ഷോപ്പ് കാണുന്നുണ്ടോ, ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഷോപ്പ്, അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങളെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? അതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ കോൾ നൗ ആണ് കൊടുക്കുന്നത്. നമ്പർ കൊടുക്കേണ്ടി വരുമോ? അല്ല വേണ്ടി വരും. ഓക്കെ, അത് ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, അത് നമ്പർ. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബിസിനസ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഇൻസൈറ്റ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് താഴത്ത് മെറ്റാ ബിസിനസ് സൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള മെറ്റാ ബിസിനസ് സൂട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഇതിൽ നമ്മൾ ഗസ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇൻവൈറ്റ് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത് മെറ്റാ ബിസിനസ് സൂട്ട് എന്ന് പറഞ്ഞ നമ്മളെ അക്കൗണ്ട്. ആ ഒരു ടൂള് മെറ്റയുടെ തന്നെ ടൂളാണ് അത്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാനോ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റീൽസും ആ കാര്യങ്ങളൊക്കെ അവിടെയും വരില്ലേ? അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ആഡ് റൺ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരേപോലെ ആഡ് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് എന്ത് വേണം, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വേണം. അത് പ്രൊഫഷണൽ അക്കൗണ്ട് ആയിരിക്കണം വേണ്ടത്. പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് റൺ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ല, മെറ്റാ ബിസിനസ് സൂട്ടിലേക്ക് കണക്ട് ചെയ്യാനും പറ്റൂല. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജ് മെറ്റാ ബിസിനസ് സൂട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഹോം പേജിന് താഴത്തോട്ട് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് സാധാരണ വരില്ലേ, സെയിം സാധനം അത് ഇതിൽ നമുക്ക് വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുന്ന എന്ത് മെസ്സേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന മെസ്സേജും ഇതിലേക്ക് വരും, ഫേസ്ബുക്കിലേക്ക് വരുന്ന മെസ്സേജും ഇതിലേക്ക് വരും. ഓക്കെ, അത് നിങ്ങളോട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ ഉണ്ട്. ഈ ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഓട്ടോമാറ്റിക് റീപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ചില കമ്പനിക്കൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഓട്ടോ റീപ്ലൈ വരില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. ചില വാട്സപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹായ് എന്ന് വെച്ചാൽ താങ്ക് യു ഫോർ കണക്ടിങ് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോ ജനറേറ്റ് ആയി വരും. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഓക്കെ, അതേപോലെ നമുക്ക് ഫേസ്ബുക്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ, അതെ, അത് നമുക്ക് ഇവിടെ താഴത്ത് എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സഞ്ചറിലേക്ക് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഇവിടെ സേവ് ചേഞ്ചസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അത് മേലെ നമുക്കൊരു സംഭവം ചെയ്യാണ്ട്, അതായത് ഇത് ടിക്ക് കഴിഞ്ഞിട്ട് ഇതാ ഓഫ് ഉള്ളത് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ, എന്നാലും മാത്രമാണ് എന്ത് ചെയ്യുക ഇത് ഓട്ടോ റീപ്ലൈ സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ താഴത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കണ്ടന്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്കറിയാം നമ്മളെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, അതേപോലെ റീൽസ്, അതിനെയൊക്കെ കുറിച്ച് നമുക്കിവിടെ അറിയാനായിട്ട് കഴിയും. പിന്നെ അതേപോലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടത്, അതേപോലെ ഡ്രാഫ്റ്റിൽ കിടക്കുന്നത്, എക്സ്പയറി ആയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്? അല്ല. ഓക്കെ, ഇത് നമ്മളെ സ്റ്റോറീസുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് പറ്റും, ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് എ ബി ടെസ്റ്റ് എന്നാണ് പറയുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോസ്റ്റുകളെ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അതായത് എ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററും ബി എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ എടുത്തിട്ട് ഈ നമ്മൾ പാഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്പയർ ചെയ്തിട്ട് നല്ല പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ തന്നെ എ ബി എന്നുള്ള അതെ അതെ നമ്മൾ തന്നെ. ഓക്കെ, അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, ഇത് പിന്നെ നമ്മുടെ ഫീഡിൽ ഗ്രില്ലിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഫ്രണ്ടിൽ ഗ്രില്ലിൽ വരുന്ന ഗ്രിഡ്. ഗ്രിഡ്. ഓക്കെ, ആ സംഭവം തന്നെയാണ് ഇത് ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ മെൻഷൻ ആക്കിയതും ടാഗ് ചെയ്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയണതാണ്. സാധാരണ എന്താ പറയുക, ഫോട്ടോസും വീഡിയോ ക്ലിപ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് താഴോട്ട് വരുമ്പോൾ വരിക. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കാം. ഇതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദേശം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിച്ച് വിടുന്നത്. ഓക്കെ, അതെ, അങ്ങനെ മനസ്സിലാക്കാം. അതെ. ഇതാണ് നമ്മളെന്താണ് പ്ലാനർ. ഈ പ്ലാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതേപോലെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, റീൽസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ആഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ വന്ന് ഒരു ഫയൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും കൂടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ടെങ്കിൽ അതും കൂടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സെയിം രീതിയിൽ തന്നെയാണ് എന്ത് ഈ സ്റ്റോറിയും റീലും ആഡും ഒക്കെ വരുന്നത്. ഓക്കെ, അത് ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ സ്പോൺസർഡ് ആയിട്ടുണ്ടല്ലോ, ആ സംഭവം ഈ രീതിക്കല്ല കേട്ടോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ കാണിച്ചു തരാം. ഇതിൽ ജസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞതാണ്. പിന്നെ നമുക്കിവിടെ ആഡ്സ് എന്നുള്ള ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളിൽ ആഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ കൊടുത്തതിന് ആഡ്സ് മാനേജറിലേക്ക് പോകും, അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ആഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ പേജിന്റെ പെർഫോമൻസ് അറിയാലോ നമുക്ക്. നമ്മളെ പേജ് ഇത് പുതിയ പേജാണ്, അപ്പോൾ അതാണ് ഇവിടെ ഒന്നും ഇല്ലാത്ത. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേജിലാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിന്റെ ഡാറ്റ ഏതെല്ലാം രീതിയിലാണ് അത് പോയിട്ടുള്ളത്, എത്ര ലൈക്ക് കിട്ടി, എത്ര ആളുകളിലേക്ക് എത്തി എന്നുള്ള രീതിയിലുള്ള ഫുൾ റിപ്പോർട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ അറിയാൻ പറ്റും റിസൾട്ട്. ഫേസ്ബുക്ക് പേജിന്റെ റീച്ച് എത്രയാണെന്നുള്ളത്, അതേപോലെ പേജിൽ എത്ര ആളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, ഫോളോവേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത്, അതിൽ പെയ്ഡ് റീച്ച് എത്രയാണ്, പെയ്ഡ് ഇംപ്രഷൻ എത്രയാണ്, അതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇംപ്രഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ഇംപ്രഷൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് എന്താണ് ഓഡിയൻസ് ആണ്, അപ്പോൾ ഫോളോവേഴ്സ് വരും. ഇപ്പം നമ്മൾ വ്യൂവേഴ്സ്, അതായത് റിട്ടേൺ വ്യൂവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും കയറി നോക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത്. പിന്നെ എൻഗേജ്ഡ് ഫോളോവേഴ്സ്, നമ്മുടെ അക്കൗണ്ടിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതേപോലെ മെസ്സേജിങ് കോണ്ടാക്ട്സ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടലി കോണ്ടാക്ട്സ്, അതേപോലെ കൺവേർഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ മെസ്സേജിങ് എന്നുള്ളിടത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ഓർഗാനിക് ആയിട്ട് വന്നതും പെയ്ഡ് ആയിട്ട് വന്നതും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഏർണിങ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഫേസ്ബുക്ക് വഴി നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഫേസ്ബുക്ക് നമുക്ക് പെയ്ഡ് ചെയ്യും. അതായത് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന പോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റൈസേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വരുമാനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, കണ്ടന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യമാണിത്. ഓക്കെ ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് പോകുന്നിടത്തോളം നമുക്ക് ഇതേപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരിക. കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്കിവിടെ വരിക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 3 സെക്കൻഡ് വ്യൂസ് ചെയ്തവർ, 1 മിനിറ്റ് വ്യൂ ചെയ്തവർ, കണ്ടന്റായിട്ട് ഇടപഴകുന്ന ആളുകളെ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇവിടെ മെറ്റാ ബിസിനസ് സൂട്ടിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇതിൽ പോലെ എന്ത് ചെയ്യുക, കയറി നോക്കി അതിനെ റെഫർ ചെയ്യുക. എന്നിട്ട് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അതെ അതെ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തരുന്നത്. ഓരോ സംഭവം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, എന്നാലും നമ്മൾ ഇത് പറഞ്ഞു തരണം. ഇത് അറിയാത്ത ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് അറിയണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉപകാരപ്പെട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുക,
എടുത്ത് തന്നെ പഠിക്കുക. അത് നല്ലത് തന്നെയാണ്. ഇതിനി അവർ നോക്കിക്കോളും, ഇനി താഴത്തുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് എടുത്ത് നോക്കിക്കോളും. മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്നപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ താഴത്തായിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഇവിടെ നമുക്ക് ലീഡ് സെന്റർ, അതേപോലെ പേജ് പ്രോസസ്, ഇവിടെ നമുക്ക് ആഡ് മാനേജർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവന്റ് മാനേജർ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ്, ലീഡ് ഫോം, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, വരുന്ന വീഡിയോസിൽ ഇതിൽ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു അഡ്വർടൈസ്മെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക അങ്ങോട്ട് നമ്മൾ പോവുള്ളൂ. ഓക്കെ ഓക്കെ ആഡ്സ് എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ആ ഒരു ഡാഷ്ബോർഡിൽ കയറി നോക്കുക, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, എല്ലാം ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, റെഫർ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ എന്തിടുന്നുണ്ട്, എങ്ങനെയാണ് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. അന്ന് കീപ്പ് വാച്ചിങ്.